ഇനി നമുക്ക് വന്ദേ ഭാരത് വന്നതോടുകൂടി ജനങ്ങൾക്ക് സിൽവർ ലൈനിൽ താല്പര്യം കൂടുന്നു എന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. അതിവേഗ റെയിൽവേ പദ്ധതികളിൽ ജനങ്ങൾക്ക് താല്പര്യം വർദ്ധിച്ചു എന്ന് മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. പക്ഷേ അതിവേഗ റെയിൽവേ പദ്ധതികളിൽ ജനങ്ങൾക്ക് ഇപ്പോഴല്ല താല്പര്യം വർദ്ധിച്ചത്, ദീർഘകാലമേ നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അത് നടക്കുമോ എന്നതാണ് നമ്മുടെയൊക്കെ ചോദ്യം. അതിൽ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ ജനസാന്ദ്രതയും വാഹനപ്പെരുപ്പവും ഒരു വലിയ പ്രശ്നമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി ആളുകൾക്ക് സിൽവർ ലൈനിനോടും സ്പീഡ് ട്രെയിനോടും ഉള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം വേഗത്തിൽ എത്താൻ പറ്റുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ ബുദ്ധിമുട്ടല്ലേ. എങ്ങനെ നമ്മൾ ഭാവിയിൽ മുന്നോട്ട് പോകും നമ്മൾ ആലോചിക്കണ്ടേ. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? വീട്ടിൽ വാഹനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സ്വകാര്യ വാഹനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? വാഹനം മുന്നോട്ട് പോകണ്ടേ? തൊട്ട മുമ്പിൽ വേറെ വണ്ടി ഉണ്ടാവില്ല, അതിന് മുമ്പിൽ വേറെ വണ്ടി ഉണ്ടാവില്ല. നീങ്ങാൻ പറ്റുമോ? നീങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും. ഇങ്ങനെ ഈ നിലയിലേക്ക് കേരളം പോകുമ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? ആ പരിഹാരമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്.